ജയിക്കോ ജയിക്കോ അറിയിക്കും വടംവലി വടക്കേ കിഴക്കുള്ളതാ ഇത് കേസ്കോഡിന്റെ സ്വന്തം മാത്രം ഡിസ്റ്റൻസ് മക്കളെ കാണു കണ്ടോ ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം. അതെ, അങ്ങനെ വെൽക്കം ബാക്ക് ടു ദി Thedktales. നമ്മൾ പൂർവ്വദേശത്തിലൂടെ വീണ്ടും തിരിച്ചു വരും. ഓണത്തിനും ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾ തിരിച്ചു വരും. ഓണത്തിനും ക്രിസ്മസിനും മാത്രമേ പക്ഷെ വരുന്നത് ഒരു വെടിക്കെട്ടായിട്ടാണ്. നമ്മുടെ Ksquad ഓണം സെലിബ്രേഷൻ കൊച്ചിയിലെ ഇപ്പൊ കൊച്ചി ദുബായ് തൃശ്ശൂർ എന്നൊക്കെ ആയല്ലോ. അതെ അതെ അതെ. അപ്പൊ കൊച്ചിയിലെ കിടിലോണമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിതേ ഫുൾ അണിഞ്ഞൊരുങ്ങി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മൾ ലേറ്റ് ആയിരുന്നു. 10 മിനിറ്റ്സ് ഉള്ളൂ. അതെ അതെ, 10 മണിക്ക് തുടങ്ങുന്ന പരിപാടി 10:30 തുടങ്ങിയിട്ടില്ല. 10 മിനിറ്റ്സ് ലേറ്റ്. പൂക്കളം ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. അതെ, ഒന്നും കഴിഞ്ഞിട്ടില്ല. മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമ്മുടെ Ksquad കൊച്ചിയിലുള്ള കുട്ടികളുടെ കൂടെ ആയിരിക്കും. ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഭയങ്കര പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ കുറെ ഗ്യാപ്പ് ഇട്ട പോലെ ഇപ്പൊ നമ്മൾ ദുബായിലൊക്കെ പോയി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നോണ്ട് പിള്ളേരുടെ കൂടെ അങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്തിട്ട് കുറെ. അപ്പൊ ഞാനത് ഒന്ന് ഉല്ലസിക്കും, ആർത്തു എന്നെ നോക്കണ്ട, എന്നെ പിടിച്ചാ കിട്ടില്ല, അറിയാലോ, അതെന്തോങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനല്ല ഒപ്പിയെടുക്കാനായിട്ട് നമ്മുടെ ചേട്ടൻ കൂടെ ഉണ്ട്. ക്യാമറ ബ്രോ, പേര് പറ. പേരില്ലാത്ത ഒരു ക്യാമറ. ഓക്കെ, അപ്പൊ എല്ലാം കാണാം. അവിടെ പൂക്കളം, പുലിക്കളി, ശിങ്കാരിമളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് Ksquadന്റെ സ്വന്തം മാത്രം. പിള്ളേരെ വിളിക്കണോ? അയ്യേ, പിള്ളേരെ കാണിക്കണോ? പടക്കം നമുക്ക് കയറുന്നു. കണ്ടോ, പിള്ളേരൊക്കെ നമുക്ക് കയറുന്നുണ്ട് ഇങ്ങനെ. ഡിസ്റ്റൻസ് മക്കളെ, കണ്ടോ.
Mavelli! 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 Kidilonam സ്വാഗതം ചെയ്യാനായിട്ട് അതെ നമ്മുടെ സ്വാഗതം ചെയ്തു. ഗൈസ് ചായ കുടിച്ചല്ലോ വിശക്കില്ലേ ഗൈസ് ഒന്നും പഠിച്ചൊക്കെ മറന്നുപോയി കുഴപ്പമില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് 32 തരം കറികളുള്ള ഓണസദ്യ. എന്നെ നോക്കുമ്പോ 20 എങ്ങാനും ഉണ്ടാവും. അപ്പൊ ഒരു കറി 2 പ്രാവശ്യം വെള്ളം കേൾക്കും. 32 ഓക്കെ. ഒരുപാട് ആലോചിച്ച ദിവസമാണിത്. നമ്മുടെ ഭാവിയുടെ ഇടയിൽ രണ്ട് ചടങ്ങുകൾ നാളെ ആക്ച്വലി ട്രാവൽ ചെയ്യാണ് ദുബായിക്ക്. അപ്പൊ ഇതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബൈക്കിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഓണം കുറച്ച് നേരത്തെ ആയിട്ടുണ്ടാവും. നമ്മുടെ ചില സാങ്കേതിക കാരണങ്ങൾ നമ്മൾ നേരത്തെ ഓണം കൊണ്ടുവന്നതാണ്. പക്ഷെ നമുക്ക് നേരത്തെ ആണെങ്കിൽ എത്തിച്ചാണെങ്കിലും നമ്മുടെ കേസ്കോഡ് ഫാമിലി ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മളത് പൊളിക്കും ഇല്ലേ? കൂടുതൽ പറഞ്ഞത് കൊടുക്കുന്നതിന് ഇത് നമ്മൾ ഈ ദിവസം ഫുൾ കേസ്കോഡ് ഫാമിലി ഒന്നായി എല്ലാ കേസ്കോഡ് ഫാമിലിക്കും ഓണാശംസകൾ. ഇന്നലെ രാത്രി ഇനിയിപ്പോ ഇതിലും അടിപൊളിയായിട്ട് കേരള സ്റ്റേജ് കയറണ അവിടെ നിൽക്കിട്ട് അങ്ങോട്ട് മാറിക്കില്ലേട്ടാ. ഇല്ല മൈക്കൊക്കെ തരാം. പക്ഷെ വീക്കെൻഡ് ബാച്ചിലെ കുട്ടികൾ കുറവുള്ളത് വീക്കെൻഡ് ബാച്ചിലെ കുട്ടികൾ തന്നെയല്ല കാരണം. അവർക്കൊരു കുറച്ച് ഒത്തൊരുമയും സ്നേഹവും എവിടെ എവിടെ നിങ്ങളുടെ കുട്ടികൾ എവിടെ? പാട്ട് ഇവരുടെ ഡയറക്ടർ ശരി പറയും. ഇപ്പോ
സത്യം. അതെ, ഇവിടെ റൂള് പറയുന്നത് ഞാനാണ്. ഞാൻ അങ്ങനത്തെ ഒരു റൂള് പറഞ്ഞിട്ടില്ല. അപ്പൊ ടീം തെക്കേക്കര ജയിച്ചിരിക്കുകയാണ്. ടീം തെക്കേക്കര. ഇനി ഞാൻ കുറുശേട്ടന്റെ പാട്ട് പാടുകയാണ്. ടീം വടക്കേക്കര റെഡിയല്ലേ? വെള്ളമില്ല. ടൈം വേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഊട്ടിട്ടാണ് ഇവിടെ വെച്ച് വന്നിരിക്കുന്നത്. സോ ടീം രണ്ട് ടീമും അവരുടെ എന്താ പറയാ രണ്ട് ടീം അവരുടെ സ്ട്രെങ്ത് പറഞ്ഞിരിക്കുന്നത്. ടീം തെക്കേക്കര 1, ടീം വടക്കേക്കര 1. ഇല്ലില്ല, 1-1 കിട്ടി. പക്ഷെ ഒരിക്കലും ഈ സാധനം വായിന്ന് തുറന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കാൻ പാടില്ല. പാടില്ല. ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തത്. അതുപോലെ ഒരു പ്രൊഫഷണലിസം ഓപ്പോസിറ്റ് പാർട്ട്ണറും കാണിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന വളരെ സൗഹൃദപരമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാണാം. ചടങ്ങാണ്. എല്ലാ സുന്ദരന്മാരും ഒന്ന് കാണിക്കുന്നു. എഴുന്നേറ്റ് വരാൻ പോകുന്നവർ അവിടെ അപ്പൊ നമ്മള് സുന്ദരിനെ റിവീൽ ചെയ്യാൻ പോവാണ്. ഷനിൽ ബ്രോ ആണ് ആ സുന്ദരിനെ റിവീൽ ചെയ്യുന്നത്. സുന്ദരനായ ഷനിൽ ബ്രോ സുന്ദരിനെ റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, വളർന്നുകൊണ്ടിരിക്കുന്ന സുന്ദരി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടെ ഇതാ ഒരുപാട് മുഖങ്ങളുടെ എത്തിച്ചേരുന്നു. സുന്ദരി യൂണിഫോം ഇട്ടിട്ടുണ്ട്. ആരാണ് യൂണിഫോം ഇട്ട സുന്ദരി? ഐഡി കാർഡ് ഇല്ല, പേര് മാത്രം എഴുതിയിട്ടുണ്ട്. യൂണിഫോം സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്തെന്നറിയാത്ത സുന്ദരി ആരാണെന്ന് നമുക്ക്
ആദ്യം ആരിയിരിക്കുന്നോ അവരായിരിക്കും വിജയ്. ബാക്കിലോട്ട് പോകാൻ പാടില്ല. ഫ്രണ്ടിലോട്ട് ഇപ്പൊ ഇവിടെ ഒരു കസാര ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് വന്നിരിക്കരുത്, ഫ്രണ്ടിലോട്ട് വന്നിട്ട് വേണം ഇരിക്കാനായിട്ട്. അയാളെ ബാക്കിലുള്ള ആൾ ഔട്ടാവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഔട്ടായതല്ലേ, ആരും വിഷമണ്ടാവും പറയാനായിട്ട്. നമ്മൾ കറക്റ്റ് അക്യുറേറ്റ് ആവണം. ടെക്നോളജി വളർന്നു വന്നിരിക്കുകയാണ്. ഓക്കെ, കസാര മാറ്റിയോ? കസാര
തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് ഇതുവരെ ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങോട്ടൊന്നും കാണാൻ പറ്റിയില്ല. സൂപ്പറായി. നൈസ്. എങ്ങനെയുണ്ട് സദ്യവട്ടങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സദ്യയുടെ മെയിൻ ഉത്തരവാദിത്വം ഞാനാണ്. കാരണം സദ്യ അടിപൊളിയാണെന്ന് എല്ലാരും പറയും. സദ്യയിൽ എന്തൊക്കെയുണ്ട് ഇപ്പൊ ഇവിടെ? സദ്യയിൽ ഞങ്ങള് 14 കൂട്ടം കറി, 14 എന്നാ 14 കൂട്ടം കറി 22 ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? ഡാൻസിന്റെ പ്രിപ്പറേഷൻ തിങ്കളാഴ്ചയാണ് അറിഞ്ഞത് പരിപാടി ഉണ്ടെന്ന്. അന്നേരം പെട്ടെന്ന് വിളിക്കേണ്ടായി. അപ്പൊ നമ്മളെല്ലാരും കൂടി ഒത്തുകൂടി കൊറിയോഗ്രാഫി ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, രാത്രികളില്ലാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് അടിച്ചു പൊളിച്ചു. ഇവിടെ വന്ന് അതിന്റെ ഔട്ട് കിട്ടി. സന്തോഷം, ഹാപ്പി. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട് അപ്പടോ ഇതൊക്കെ കൂടിയിട്ട് എങ്ങനെയാണ് തോന്നുന്നു? നല്ലതാ. പക്ഷെ അതിലെല്ലാരും കുറച്ചേ വിളമ്പുന്നുള്ളൂ. അത് പറയുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഓണമാണോ? ഓണം ഇവിടെ ആദ്യത്തെയാ. ആദ്യത്തെ ഓണമാണോ? ആൾക്കാരെ പറ്റിക്കുന്ന രാവിലെ നമ്മൾ തുടങ്ങിയത് മാവേലിയിൽ നിന്നാണ്. പിള്ളേര് നേരത്തോടെ വന്നിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പൂക്കൾ ഇട്ട് തുടങ്ങി. അത് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് 10-10 ആകുമ്പത്തിന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ തന്നെ നമ്മള് മാവേലി വിത്ത് ചെണ്ടമേളത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അർമാദിച്ച് പിള്ളേരെല്ലാവരും വേർത്തൊലിച്ച് ആ ഒലിയോടൊലി ഞങ്ങൾ എത്തിച്ചെന്നത് കഥനയിലാണ്. ഒരു 1.5 മാലപ്പടക്കം പൊട്ടിച്ച് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ചുറ്റുള്ളൊന്നും കാണാം. ഇവിടെ എന്താ നടക്കുന്നത്? പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. ഓണം കൂടാണോ? കിടിലോണം. എങ്ങനെയുണ്ട്? എല്ലാവരും ഇനി പടമിലേക്ക് ഉണ്ട്. പൊളിക്കൂലേ? നിങ്ങൾ ഏത് കരയാ? പൊളിക്കും. ശ്രദ്ധിക്കണം. കുഴപ്പമില്ല. എന്താണ് ഇവിടെ ഭക്ഷണം വേസ്റ്റ് ചെയ്യും. നമ്മൾ ചോറ് കഴിക്കുന്നില്ല. തെറ്റാണ്. ഇവിടെ കൊണ്ട് മുഴുവനും കഴിച്ചു പോയാൽ മതി. അടിപൊളി. അത്രേ ഉള്ളൂ. സൂപ്പർ. കിടിലോളം. സെറ്റ് പവർ ഐറ്റം ഒന്നും നോക്കില്ലേ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് ഇനി വരണം കിടക്കുന്ന സാധനം വരുന്നുണ്ട്. ഇത്തവണത്തെ ഓണം നമ്മൾ ആക്ച്വലി കുറച്ച് നേരത്തെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ഇന്നലെ രാത്രി വന്നിട്ട് നമ്മളിവിടെ ഫുൾ ഡെക്കോറൊക്കെ ചെയ്തു. നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, മെൽബിൻ്റെ ടീം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ ഡെക്കോറൊക്കെ ചെയ്തു. രാത്രി സത്യം പറഞ്ഞാൽ കുറേ പേരൊന്നും ഉറങ്ങിയിട്ടില്ല. അത് നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മൾ വന്നു. രാവിലത്തെ ഉഷാറായിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം ഓൾമോസ്റ്റ് പകുതി എന്നാൽ 1/4 ഭാഗത്തിലെത്തി നിൽക്കുകയാണ്. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് ഞാൻ നിങ്ങളോട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സദ്യ കഴിച്ചിട്ടില്ല, അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ എനിക്ക് സദ്യ കഴിക്കാൻ പോകണം. സദ്യ കഴിക്കുന്നതിൻ്റെ സ്പെഷ്യൽ വിഷ്വൽസ് നിങ്ങൾ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും വന്ന് കളറായിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഗെയിംസ് ബാക്കിയാണ്. നമ്മുടെ വടംവലി, വള്ളംകളി സംഭവങ്ങളൊക്കെ ബാക്കിയാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി സ്ക്രീനിൽ കാണാം. തെക്കേക്കര ഓഫ് കോഴ്സ്. തെക്കേക്കര എൻ്റെ ടീമാണല്ലോ, ഞാൻ മറന്നുപോയി. തെക്കേക്കരാണ് വടക്കേക്കരാണെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. തെക്കേക്കര എന്തായാലും കപ്പടിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളാണ് ലീഡ്. പോയിന്റിലൊന്നും അല്ലല്ലോ, ഞങ്ങളാണ് ലീഡ്. വടക്കേക്കര ആദ്യം കുറേ വെല്ലുവിളികൾ നടത്തിയായിരുന്നു, പക്ഷെ ഒന്നും ഏറ്റില്ല. തെക്കേക്കര കൊണ്ടുപോയിട്ടുണ്ട്. കപ്പ് എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകും. കപ്പില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും. ദാറ്റ്സ് ഓൾ. ബൈ.
hours later. So Vinay and Sriya, welcome to Ksquad Kidilonam 2025. Vinay and Sriyയുടെ കൂടെ നമ്മുടെ എല്ലാവരും സ്വന്തം സന്തോഷം. സ്വാഗതം കുക്കുചേട്ടൻ. So എവിടെ വരെയുണ്ട് ഓണാഘോഷങ്ങളൊക്കെ? നമ്മൾ ജയിക്കും. നമ്മളിപ്പോഴും മുന്നിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കേക്കര തന്നെ കൊണ്ടുപോകുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഈ വടംവലി ഉണ്ട്, അക്രോശം അവർ കൊണ്ടുപോകും. ഞങ്ങളുടെ കൊച്ചു പിള്ളേരാ. എങ്ങനെയല്ല ഒറ്റതാണോ? മിക്സ്ഡ് ആണ്. ജയിക്കോ? ജയിക്കോ? ആരേക്കും? വടംവലി വടക്കേക്കരക്കുള്ളതാ. വടം വാണ്ട് വടക്കേ വാണ്ട്. റെഡി കഴിഞ്ഞ്
വർഷത്തേക്കുള്ള ഓർമ്മകൾ സ്വരുക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ താൽക്കാലികം വിട പറയുന്നു. പക്ഷെ ഇതൊരു ചൊറക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓണം ഫുൾ പൊളികളായിരിക്കും. നമ്മൾ തിരി കൊളുത്തി കൊടുത്തിട്ടുണ്ട്. പരിപാടിയോട് പരിപാടി. അതെ അതെ, ഫുൾ പൊളിയായിരുന്നു, ഫുൾ എനർജി ആയിരുന്നു. തലൊക്കെ വേനിച്ചിട്ട് ഒരു വഴിയില്ല. പക്ഷെ എന്നാലും നമ്മള് അത് കൺട്രോൾ ചെയ്യാണ്ട് അങ്ങനെ ഫുൾ അർമാദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മള് 1 വീക്ക് ഒന്നും പറയാൻ പറ്റില്ല, 4 days മുന്നെയാണ് നമ്മൾ ഈ ഓണം സെലിബ്രേഷൻ ഉണ്ട് എന്ന് അനൗൺസ് ചെയ്തത്. ആ 4 daysന്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്താണ് നിങ്ങളിപ്പോ കണ്ടത്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അതെ, നമ്മൾ ജസ്റ്റ് 1 month വന്നു ഇവിടെ. 1 monthല് ഞാൻ 2 weeks ഉണ്ടായിരുന്നു. 2 weeks ഫുൾ ഇവന്റ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു 4 days ബാലൻസ് വന്നപ്പോൾ അപ്പം നമ്മൾ പ്ലാൻ ചെയ്താ ഓക്കെ എന്നാ ഇതുപോലെ ചെയ്തിട്ട് പോവാം. പക്ഷെ പിള്ളേര് കട്ടക്ക് നിന്ന് ഒരു രക്ഷയല്ല. പിള്ളേര് പൊള്ളി സപ്പോർട്ട്, എല്ലാവർക്കും കൊടുത്ത ഡ്യൂട്ടീസ് അവരെ ഭംഗിയായിട്ട് ചെയ്തു. എല്ലാ ബാച്ചിലെ കുട്ടികളും സൂപ്പർ ആയിട്ട് ചെയ്തു. കുറെ പേര് വരാതെ, കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു കുറെ സ്ഥലത്ത് ഓണം സെലിബ്രേഷൻ ഉണ്ട്. പിന്നെ കുറെ കല്യാണങ്ങൾ, എക്സാം, അങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. കുറെ പേര് വന്നിട്ടില്ല, എന്നാലും കുറെ പേരൊക്കെ വന്നു, ഭംഗിയാക്കി. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നതിനപ്പുറത്തോട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്ന് പറഞ്ഞ എന്റെ ജാമ്പോന്റെ കാലത്തിൽ എന്റെ ഫോട്ടോ വെച്ച് എന്നെ നച്ചായിരുന്നു. അതിന്റെ പ്രതികാരം ഞാൻ ഉടനെ വീട്ടുന്നതായിരിക്കും. എണ്ണി വെച്ചിട്ടുണ്ട്. അതെ അതെ, പക്ഷെ അവര് ആമ്പിള്ളേരുടെ ഒരു പെർഫോമൻസിലും അവര് എല്ലാ ട്രെയിനേഴ്സിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ ഞങ്ങളുടെ ചെറിയ നൂലാമാലകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഭയങ്കര അടിപൊളിയായിരുന്നു. കളറാക്കി മൊത്തത്തില് ഓണം കളറാക്കണ്ടേ, ഫുൾ പൊളിയാക്കി, ഒന്നും പറയാനില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞു. സദ്യ സൂപ്പറായി. കൃഷ്ണാനന്ദ് ദീപ്തിയായിരുന്നു സദ്യ, നല്ല സദ്യ. പക്ഷെ സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ തിരക്ക്. ലാസ്റ്റ് പന്തിയിലാണ് ഞങ്ങൾ ഇരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഇവന്റ്സ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചേട്ടാ സൗണ്ട് ഉണ്ടാക്കാതെ ഒതുക്കി വെക്കും. ഓക്കെ, സൗണ്ട് പക്ഷെ എന്തായിരുന്നു കുറെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് എണീക്കുക ചെയ്താണ്, ആസ്വദിച്ചു. പക്ഷെ നല്ല സദ്യയായിരുന്നു. കുട്ടികൾ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സത്യം വടക്കേക്കാർ ഇത്തിരി സ്ട്രോങ് തന്നെ ആയിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്ട്രോങ് ആയിട്ട് പോലും ആ പിള്ളേർ അടിപൊളിയായിട്ട് പോയിന്റ് ഒക്കെ ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഞങ്ങൾ പൊട്ടൂന്ന്. അതാ വടംവലിയാണ്. പക്ഷെ അതൊരു വിജയമായിട്ട് എനിക്ക് കൂട്ടാൻ പറ്റുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെയും കൂടെ പരാജയമാണ്. നിങ്ങളല്ല, വീക്കെൻഡിൽ ആ കുട്ടികള് മര്യാദക്ക് വന്നില്ല. അവിടെ ഒരു ഒത്തൊരുമ. ഇതാണ് ഞങ്ങളുടെ കുട്ടികൾ, വളരെ സർപ്രൈസ് ആയി കുറെ സാധനങ്ങൾ തരും. സ്റ്റാർട്ടിങ്ങില് ഞങ്ങൾ കുറെ ഗുണ്ടുമാല പടക്കം പൊട്ടിച്ചു. ആ പടക്കത്തിന് എന്താ പറ്റിയ ശരിക്കും? അത് പെട്ടെന്ന് എന്താ അറിയില്ല. നീ ഇങ്ങോട്ട് വരുമ്പോഴേക്കും തിരി കൊടുത്തിട്ടാണോ വന്നേ? പക്ഷെ വളരെ കുറച്ച് സമയം. എല്ലാം അടിപൊളിയായി. അങ്ങനെ ഓണം കഴിഞ്ഞു. നിങ്ങൾ ഇത് വീഡിയോ കാണുന്നത് മിക്കതും ഓണത്തിന്റെ അന്നായിരിക്കും. ഞങ്ങളുടെ ഈ ഓണം സെലിബ്രേഷൻ നേരത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഓണത്തിന് 2 സ്ഥലത്താണ് ഇപ്രാവശ്യം ഞങ്ങൾ ഓണത്തിന്. കുക്കു അങ്ങ് അമേരിക്കയിലും ഞാൻ അങ്ങ് ദുബായിലും ആയിരിക്കും. പക്ഷെ അതിന് മുന്നേ നമ്മൾ കൊച്ചിയിൽ തിരി കൊളുത്തി. നമ്മളുടെ സ്വന്തം സ്ഥാപനത്തിൽ നമ്മൾ കാല് വെച്ച് അടിച്ചു പൊളിച്ച് തുടക്കം കുറിച്ച് നമ്മൾ പോകുന്നു. അതെ, നമ്മൾ 2 സ്ഥലത്തായതുകൊണ്ട് ഇത് നമ്മൾ നടത്താതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് ഇതങ്ങ് നടത്തി ഞങ്ങൾ തുടങ്ങിയതാണ്. അപ്പൊ ഇത്തവണത്തെ ഓണം ആദ്യമായിട്ടാണ് ഓണത്തിന് ഞങ്ങൾ 2 സ്ഥലത്ത് നിന്ന് 2 ഷോസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ദുബായിലും കുക്കു അങ്ങ് US-ലും ഷോ ചെയ്യാൻ പോവാണ്. അപ്പം കുക്കു US-ലെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ പറയണോ ഞാൻ? അപ്പൊ എന്തായാലും ഇത് നമ്മുടെ ഒരു വളർച്ചയുടെ ഭാഗമാണ്. നിങ്ങളും നമ്മുടെ വളർച്ചയിൽ വലിയൊരു ഭാഗമായിട്ട് കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എല്ലാം നമുക്ക് എന്താ പറയാ പറയാനോ വീഡിയോസ് ഇടാനോ ഒന്നും പറ്റാറില്ല. പക്ഷെ ഇതാണ്, ഞങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ച ഓട്ടത്തിലായതുകൊണ്ടാണ്. ആഗ്രഹമുണ്ട് വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഒരു ഹൈപ്പൊക്കെ വരുള്ളൂ. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും, നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള കുട്ടികളും എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഒത്തിരി സന്തോഷം. നമുക്ക് ചെറിയ പ്ലാറ്റ്ഫോമുകൾ കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ ജീവിതത്തിലൊരു മാർഗം അല്ലേ, എല്ലാം നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും നന്ദി. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ വക ഹാപ്പി ഓണം. Oh,